വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ എടുക്കാത്ത ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാം നമുക്ക് ചെയ്ത ക്യാരക്ടർ. പക്ഷെ അതിൽ നിന്ന് എന്ത് പുതുമയായിട്ട് നമുക്ക് എന്ത് വ്യത്യസ്തമായി ചെയ്യാൻ പറ്റും അത് മാത്രം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതും ഇത് ഒരു പരീക്ഷണ ചിത്രമാണ്. അത് നന്നായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ പടമാണ്. ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു പതിഞ്ഞ താളത്തിൽ പോയി നല്ല ക്ലൈമാക്സ് നമുക്ക് ഗംഭീരം കൈയടിക്കുന്ന ഒരു പെർഫോമൻസിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല കോമഡിയൊക്കെ ഉണ്ട്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. ഒരു ഗൗതം വാസുദേവൻ സാധാരണ പടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പടമാണ്. നല്ല ഗംഭീരമായിട്ടുണ്ട് പടം. സൂപ്പർ പടമാണ്. ഗൗതം മേനോൻ പടത്തിലേക്ക് മമ്മൂക്ക വന്നപ്പോഴത്തേക്ക് അത് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് വേറിട്ട ഒരു ശൈലിയിലുള്ള ഒരു പടമാണ്. വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അടിപൊളി സിനിമയാണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ഒരു ത്രില്ലറാണ്. പക്ഷേ സാധാരണഗതിയിലുള്ള ഒരു മാസോ പിന്നെ ഒരു ഇളക്കമോ ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ഷമയോടുകൂടി സ്ലോയിലാണ് സിനിമ തുടങ്ങുന്നത്. സെക്കൻഡ് ഹാഫും നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഇന്നത്തെ തലമുറയോട്, ന്യൂ ജനറേഷൻ സിനിമാക്കാരോട് പറയാനുള്ളത്, ഇത് മമ്മൂട്ടിയാണ്. നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. കാരണം ഇത് മമ്മൂട്ടിയാണ്. അദ്ദേഹം ഓരോ സിനിമയിലും ഒരു പുതിയ മമ്മൂട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ 74-ാം വയസ്സിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ അഭിനയം വളരെ വ്യത്യസ്തമാണ്. ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആർക്കും പക തോന്നിയിട്ട് കാര്യമില്ല. പകരം വയ്ക്കാൻ ആളില്ല. ലോക സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഒരു പുതിയ, അതായത് ഇതുവരെ കാണാത്ത ഒരു ഡിറ്റക്റ്റീവ് മോഡലിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. അത്രയും യെസ്, വളരെ ക്ഷമയോടുകൂടി കാണാനും പറ്റുള്ളൂ. മാസിവോ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല സിനിമയ്ക്കകത്ത്. തീർച്ചയായിട്ടും ഗൗതം വാസുദേവന്റെ മലയാളത്തിലൊരു കയ്യൊപ്പ് തന്നെയാണ് ഈ സിനിമ. അത് തിരഞ്ഞെടുക്കാൻ മനസ്സ് കാണിച്ച മമ്മൂട്ടിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കുഴപ്പമില്ല, ആവറേജ്. എടുത്തു പറയാനായിട്ട് ഗൗതം വാസുദേവൻ മൂവി എന്ന് പ്രതീക്ഷിച്ച് പോകരുത്. ആ ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഫിലിം ഒന്നും അല്ല. ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഒരു ആവറേജ്. കൊള്ളാം, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുറച്ച് തള്ളൊക്കെ അടിച്ചിറങ്ങുന്ന ഒരു ഡിറ്റക്റ്റീവ്. പിന്നെ സിമ്പിൾ സാധനമാണ് കഥ, ആ രീതിയിൽ എടുത്ത. പിന്നെ ഗൗതം വാസുദേവൻ പറഞ്ഞ കണക്ക് ഈ ക്യാരക്ടർ പിന്നെ അടുത്ത പടങ്ങളിൽ കൊണ്ടുവരാം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ പറയാൻ? മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു പടമായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ആണ്, എന്നാൽ പക്ക പ്യൂർലി ഇൻവെസ്റ്റിഗേഷൻ അല്ല. കുറച്ച് മമ്മൂക്കയുടെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പോഴും നല്ല 10-23 വയസ്സായെങ്കിലും ഇപ്പോഴും നല്ല ലുക്കായിട്ടിരിക്കുന്നു. ഗോകുൽ സുരേഷായിട്ടുള്ള കോമ്പിനേഷനൊക്കെ ഉള്ളായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. ഒരു സ്ലോയിൽ പോകുന്ന, ഒരു ഫ്ലോയിൽ പോകുന്നതാണ്. പക്ഷെ മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് അത് തന്നെയാണ് അതിൻ്റെ ആ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, പക്ഷെ വലിയ ഒരു ഇതിലില്ല. നല്ല മൂവിയാണ്, കുഴപ്പമൊന്നും. ഒരു ഗൗതം മേനോന്റെ ഡയറക്ഷനിൽ മമ്മൂക്ക വന്നപ്പോഴുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു എൻഗേജ് ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു രസം അതിൽ കാണുന്നുണ്ട്. പക്ഷേ ഒരു ത്രില്ലർ ഫിലിമാണ്. അത് നമ്മൾ അത്ര ഉദ്ദേശിക്കുന്ന ത്രില്ലറിൽ പോകുന്നില്ല, പക്ഷെ എന്നാലും ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. കൊള്ളാം. പക്ഷേ ഗൗതം മേനോന്റെ ഒരു ചെറിയൊരു റോൾ അതിൽ വരുന്നുണ്ട്. കാമിയോ റോൾ പോലെ ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ നല്ല അവർ തമ്മിലുള്ള കോംബോ നല്ലതാണ്. കോമഡിയും കാര്യങ്ങളൊക്കെ കോമഡി ഫസ്റ്റ് ഹാഫ് വലിയ കോമഡി ഒന്നുമല്ല, എന്നാലും ഫസ്റ്റ് ഹാഫിൽ വലിയൊരു ചില രീതിയിലുള്ള ഒരു ഇതുണ്ട്, കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ത്രില്ലർ മോഡിലോട്ട് പോവുകയാണ് സിനിമ. ഗൗതം മേനോൻ സാധാരണ എടുക്കുന്ന പോലത്തെ പടം പോലെ അല്ലേ, വെറൈറ്റി ഫിലിം തന്നെയാണ്. കൊള്ളാം. ഒരു ഗൗതം മേനോൻ പടത്തിലേക്ക് മമ്മൂക്ക വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല ഫിലിമായിട്ടുണ്ട്. കാരണം ക്ലൈമാക്സിലാണ് ഇതിന്റെ രസം കയറി വരുന്നത്. കൊള്ളാം, നല്ല സിനിമയാണ്. അടിപൊളി പടമാണ്. ഓവറാൾ ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ഹൈപ്പ് വെച്ച് വന്ന അതുകൊണ്ടായിരിക്കും എനിക്ക് എന്തോ ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്സിംഗ് പോലൊക്കെ തോന്നി. ഗൗതം മേനോന്റെ ഫസ്റ്റ് മലയാള പടമല്ലേ, കുഴപ്പമില്ല. ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് വന്നുകൊണ്ട് എനിക്കൊരു കണ്ണൂർ സ്പോട്ടൊക്കെ ആ ഒരു വൈബൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. നല്ല പടമാണ്, വളരെ നല്ല പടമാണ്. ഒരു പരീക്ഷണ ചിത്രമാണ്. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഈ പടത്തിലുണ്ട്. അവസാനം വരെ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഇതൊരു ഗൗതം മേനോൻ പടത്തിനേക്കാൾ ഇതൊരു പരീക്ഷ ചിത്രമാണ്. അതിൽ ഗൗതം മേനോൻ വന്നതാണ്. ഒരു മമ്മൂട്ടി കമ്പനി ഗൗതം മേനോൻ ഇതിലോട്ട് വന്നതാണ്. ഡിഫറെൻ്റ് ആണ്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതുപോലല്ല. മമ്മൂട്ടിയുടെ വേറൊരു കഥാസന്ദർഭങ്ങളും ആൻസറുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ ഒരു യൂഷ്വൽ ടൈപ്പ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ല പടം. സോ അവസാനം വരെ ഇരിക്കണം. ക്ലൈമാക്സ് വേറെ ലെവൽ ക്ലൈമാക്സ്. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? എന്താണ് എടുത്തു പറയാൻ? കണ്ടിരിക്കാൻ ക്ലൈമാക്സ് ഒക്കെ 1 twist ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഗോകുൽ സുരേഷ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം.